ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഒത്തിരി നാൾക്ക് ശേഷമാണ് ഒരു കേക്കിൻ്റെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ എല്ലാ കേക്കിലും നമ്മൾ ചെയ്യുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ 1 കപ്പ് മൈദ, അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ് ഇട്ടിട്ട് നമ്മൾ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് എല്ലാ വീട്ടിലും നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ മൂന്ന് പ്രാവശ്യം അരിച്ചിട്ടില്ല എങ്കിൽ 1 പ്രാവശ്യം അരിച്ചതിന് ശേഷം നമുക്ക് ഈ വിസ്ക് വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകത എന്തായാലും നിങ്ങളുടെ തംബ്നെയിലും നമ്മുടെ ടൈറ്റിലും വായിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ റെയർ പേരാണ് ഇത് കേക്കിൻ്റെ ഷിങ് ചാങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഈ 4 മുട്ട നമ്മൾ എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലെ മുട്ട എടുത്ത്, ഇത് അത്യാവശ്യം വലിപ്പമുള്ള മുട്ടയാണ്, നമുക്ക് 4 മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ശകലം ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കൂടെ അഡീഷണൽ എടുക്കാം. അപ്പോൾ നമ്മൾ 4 മുട്ടയും പൊട്ടിച്ച്, റൂം ടെമ്പറേച്ചറിലെ മുട്ടയാണ് പൊട്ടിച്ച്, ഫ്രിഡ്ജിൽ വെച്ച് മുട്ടയല്ല, റൂം ടെമ്പറേച്ചർ മുട്ടയല്ല. അതിലേക്ക് നമുക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ബട്ടർ സ്കോച്ചും ഒഴിക്കും. കാരണം ഇത് ബട്ടർ സ്കോച്ച് ഫ്ലേവറിൽ വരുന്ന കേക്കാണ്. പക്ഷേ എൻ്റെ ഔട്ടർ തീം വരുന്നത് ഷിങ് ചാങ് എന്ന മോഡലാണ്. അപ്പോൾ നമ്മൾ മുട്ടയ്ക്കകത്ത് വാനില എസൻസും ബട്ടർ സ്കോച്ചും ഒഴിച്ചിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്ത് എഗ് ഒന്ന് ഫ്ലഫി എടുക്കുക. നല്ല ഒരു ഫ്ലഫി ആയി വന്നാൽ നല്ല ഈ എസൻസ് ഒഴിച്ച് നല്ല ബീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ആ മുട്ടയുടെ ഒരു മണവും ആ മുട്ടയുടെ ഒരു ചുവയും നമുക്ക് മാറുന്നത്. അപ്പം അല്ലാതെയാണെന്നുണ്ടെങ്കിൽ ആ മുട്ടയുടെ സ്മെല്ല് നമ്മൾ ബേക്ക് ചെയ്തിരുന്ന് വരും. എന്നിട്ട് നമുക്ക് അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മൊത്തത്തിൽ ഷുഗർ ആഡ് ചെയ്യാറില്ല, പൊടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യാറുള്ളൂ. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വേറെ ഒരു ഫ്ലേവേർഡ് ഓയിൽ നിങ്ങൾ ഉപയോഗിക്കരുത്, കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ വേറെ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കരുത്. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ച ശേഷം ഒന്ന് ബീറ്റ് ചെയ്യും, വളരെ സ്ലോ സ്പീഡിൽ ഒരു സെക്കൻഡ് 2 സെക്കൻഡ് മാത്രം ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. അത് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് വെക്കാം. അത് ഞാൻ 2 ബാച്ചായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. നമ്മൾ പഴയ വീഡിയോസ് നോക്കിയാൽ പറ്റും. നമ്മൾ എല്ലാ കേക്കിൻ്റെ വീഡിയോസും ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ചാനൽ ചിനൂസ് കേക്ക്സ് എന്ന് പറയുന്ന ചാനലിൽ നമ്മൾ ഈ വീഡിയോസ് എല്ലാം കേക്കിൻ്റെ വീഡിയോസ് മാത്രമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബട്ടർ സോസിൻ്റെ കളറും കൂടെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇടയ്ക്ക് ബട്ടർ മിൽക്ക് ഒഴിച്ചു കൊടുക്കണം. ബട്ടർ മിൽക്ക് ഒഴിച്ച് നല്ലപോലെ, ബട്ടർ മിൽക്ക് അറിയാമല്ലോ, നമുക്ക് പാലിലേക്ക് ലേശം വിനാഗിരി ഒഴിച്ച് ബട്ടർ മിൽക്കായി. അപ്പോൾ നമ്മൾ ബട്ടർ മിൽക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു കാരണവശാലും നമ്മുടെ ഈ ഒരു സാധനം ബാറ്റർ പുറത്ത് വയ്ക്കരുത്. അപ്പം തന്നെ അകത്തേക്ക് ബേക്ക് പാനിൽ ഒഴിച്ച് നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കുക. കാരണം പുറത്ത് വെച്ചാൽ ആ ബേക്കിംഗ് സോഡയും വിനീഗറും തമ്മിലുള്ള റിയാക്ഷൻ എന്നിട്ട് ആ സോഫ്റ്റ്നെസ് ഫ്ലഫിനെസ് നമുക്ക് കേൾക്കാൻ കിട്ടില്ല. അപ്പോൾ നമ്മൾ ബാറ്റർ ഒഴിച്ചു നേരെ പാനിലേക്ക് നമ്മുടെ ഓവൻ വെച്ചു. അതിനുശേഷം നമ്മൾ നമ്മുടെ ബട്ടർ സ്കോച്ചിന് വേണ്ടിയുള്ള ഷുഗർ കാരമലൈസ് ചെയ്യുക. ഈ ഷുഗർ കാരമലൈസ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല, ബ്രൗൺ ഷുഗർ യൂസ് ചെയ്ത്. പക്ഷേ ഈ കേക്കിൻ്റെ പ്രൈസ് ഒരു ശകലം ഹയർ സൈഡിലേക്ക് പോകും. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ഷുഗർ കാരമലൈസ് ചെയ്താൽ മതി. അതിലേക്ക് നമുക്ക് ഒരു പകുതി ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അൺസോൾട്ടഡ് ബട്ടറാണ് നമ്മൾ ആഡ് ചെയ്തത്. അതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീം, വിപ്പിംഗ് ക്രീം വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഫ്രഷ് ക്രീമാണ് ചേർത്തേക്കുന്നത്. അപ്പം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കും. ചെറിയൊരു പാല് പിരിഞ്ഞ പോലെയൊക്കെ തോന്നും, പ്രശ്നമല്ല. മെൽറ്റായി വരുമ്പോഴത്തേക്ക് ഇതേപോലെ ആയിട്ട് ഇത് നമ്മൾ തണുക്കാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം, ഞാൻ ക്രിസ്റ്റേൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം റീസെൻ്റ്ലിയാണ് ഫിയോണയിലോട്ട് മാറിയത്. കുഴപ്പമില്ല, രണ്ടും നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാറുണ്ട്. കാരണം ഇടയ്ക്ക് കുറേ കാലം മുന്നൊക്കെ ഫിയോണയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ വിപ്പ് ചെയ്ത വീഡിയോസ് ഓൾറെഡി കണ്ടുവന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളൊരു കേക്ക് ബേക്കാക്കി, നമ്മുടെ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തു, സോസ് റെഡിയായിട്ട്, പ്രളയം റെഡിയായി, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സെറ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ഫ്രണ്ടിൻ്റെ കോച്ചിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കേക്ക് ചെയ്യുന്നത്. അവൾ പറയുമ്പോഴാണ് ഞാൻ ഈ ഒരു പേര് കേൾക്കുന്നത്, ഈ ബെൽറാനോ ക്യാപ്യൂച്ചിനോ. ഇത് നമ്മൾ ഗൂഗിളിലും പിൻട്രസ്റ്റിലൊക്കെ തപ്പിയിട്ടാണ് ഇതിൻ്റെ ഒരു ഫോട്ടോ ഇമേജൊക്കെ കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ നമ്മൾ ക്രീം ചെയ്തു. എന്നിട്ട് നമ്മൾ വന്നിട്ട് നമ്മുടെ സോസ് ഒഴിക്കുന്നത് ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഒഴിച്ച് ഇച്ചിരി ഒന്ന് അത്ര തിക്കാക്കണ്ട, പക്ഷേ നല്ല ഈ ഒരു പരിപാടി നമുക്ക് എടുക്കാം. എന്നിട്ട് അതിനകത്ത് നമ്മൾ പ്രളയൻ വെക്കാം. നമ്മൾ പ്രളയനിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന കാഷ്നട്ടും ബദാമും പിന്നെ നമുക്ക് കുറച്ച് നമ്മൾ സാധാരണ കപ്പലണ്ടിയും കൂടെയാണ് ആഡ് ചെയ്യുന്നത്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നമുക്ക് ഫില്ലിങ് ഇട്ട് നെക്സ്റ്റ് ലെയർ വെച്ച് നമ്മൾ ഇത് തന്നെയാണ് എല്ലാ ലെയറിലും നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നത്. വേറെ അതിനകത്ത് ചേഞ്ചസ് ഒന്നും പറ്റിയിട്ടില്ല, സെയിം ഐറ്റംസ് തന്നെയാണ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ബാക്കി സൈഡൊക്കെ ഒന്ന് കവർ ചെയ്ത്
റെഡിയാക്കി എടുക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഇതിനകത്ത് മൊത്തം 6 ലെയർ വരുന്നുണ്ട്. നമ്മൾക്ക് ഏറ്റവും ടോപ്പ് ലെയർ വെച്ച് ഫിനിഷ് ചെയ്ത് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുക. അറ്റ്ലീസ്റ്റ് മിനിമം നമുക്കൊരു 8 hours പറയുന്നത്. 8 hours ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും നമ്മൾ ക്രം കോട്ട് ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മുടെ കേക്ക് ഒന്ന് സെറ്റ് ആകത്തുള്ളൂ. 8 hours വെച്ചാൽ ഏറ്റവും ബെറ്റർ. അതാണ് നമ്മുടെ ഈ ഒരു ക്രം കോട്ടിങ് ടൈം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ക്രം കോട്ടൊക്കെ കഴിഞ്ഞ് നമ്മുടെ 8 hours ഉള്ള ടൈമിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. ഷിൻചാൻ കേക്ക് എന്ന് പറയുമ്പോൾ ഒരു യെല്ലോ തീം ബേസ്ഡ് കേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ കുറച്ച് യെല്ലോ വിപ്പിംഗ് ക്രീമൊക്കെ നമ്മൾ ഫൈനൽ കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ചൈനീസ് ലെറ്റേഴ്സ് ഒരു ഫോട്ടോ തന്നതാണ്, അതുപോലെ തന്നെയാണ് നമ്മൾ ഈ കേക്ക് ചെയ്തേക്കുന്നതും. അപ്പം നമ്മൾ ആ ചൈനീസ് ലെറ്റേഴ്സൊക്കെ എഴുതി ആ ഷിൻചാൻ്റെ ഒരു ഫോട്ടോ പ്രിൻ്റും കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. കുറച്ച് നോസിൽ ഡിസൈൻസും കൂടെ ചെയ്തു. ഏറ്റവും ലാസ്റ്റ് നമ്മളൊരു പർപ്പിൾ കളർ അല്ലെങ്കിൽ ഒരു വയലറ്റ് കളർ ഒരു ബോർഡറും കൂടെ കൊടുത്തതിന് ശേഷം നമ്മുടെ ഡെക്കറേഷൻ ക്ലോസ് ചെയ്യായിരുന്നു. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഷിൻചാൻ കേക്ക്. ഇതിൻ്റെ ഫ്ലേവർ വരുന്നത് നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ ബട്ടർ സ്കോച്ച് ഫ്ലേവറാണ്. നമുക്ക് ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കേക്കിൻ്റെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.